കോഴിക്കോട് കൊമ്മേരിയിൽ 5 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 47ആയി. വിവരങ്ങൾ റിയാസ് KM നൽകും. റിയാസ്, കൂടുതൽ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് സാഹചര്യം? ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം എന്താണ്? ഫിജി, കോഴിക്കോട് കൊമ്മഗിരിയിൽ അനിയന്ത്രിതമായി മഞ്ഞപ്പിത്തം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് ഇവിടെ നിന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്നലെ 4 പേർക്ക് ആണ് രോഗം സ്ഥിരീകരിച്ചതെങ്കിൽ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരാഴ്ചക്കിടെ 47 പേർക്ക് ഈ മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൽ തന്നെ 23 വയസ്സുള്ള ആദിത്യ എന്ന് പറയുന്ന യുവതി, ആ യുവതിയുടെ നില വളരെ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാനുള്ള നിരവധിയായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെയും വാർഡ് കൗൺസിലറുടെയും എല്ലാം നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടും ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ടുമുള്ള പ്രവർത്തനം വരുന്നത്. പക്ഷെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരല്പം പാളിച്ചയുണ്ടായിരുന്നു. കോർപ്പറേഷനും വാർഡ് കൗൺസിലറും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഉള്ള ഇടപെടൽ പിന്നീടാണ് ഉണ്ടായത്. ഇത് ഗൗരവകരമായി ഇത് പരിഗണിക്കപ്പെടുന്നത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് എന്നുള്ളൊരു വസ്തുതയുമുണ്ട്. എങ്കിലും ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയെ തുടരുന്നു. മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആകെ 47 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. ഒരാളുടെ നില അതീവ ഗുരുതരമായ 23-കാരിയുടെ നില തുടരുന്നു. അവരുടെ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചതാണ്. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടുത്തെ ജലം പരിശോധിച്ചപ്പോൾ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും അതിനുശേഷമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ മഞ്ഞപ്പിത്ത വ്യാപനം തുടരുന്നത്. ഫിജി.